ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്നിറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. ഡാൻസ് ഓഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ കേരളത്തിലില്ല എന്നാണല്ലോ പോലീസ് പറയുന്നത്, തമിഴ്നാട്ടിലോ മറ്റോ ആണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടീസ് ഈ നടൻ കൈപ്പറ്റുമോ എന്നറിയില്ല. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ അന്വേഷിക്കുന്ന പോലീസിനെയും ഡാൻസ് ഓഫിനെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിൽ ആണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ഈ നടൻ ഇപ്പോഴും ചില വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ നിലയിൽ ഉള്ള ഒരാളിനെ കേസൊന്നും എടുക്കാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ വരും എന്നാണോ പോലീസ് കരുതുന്നത്? വിജയകുമാർ, ഷൈൻ ടോം ചാക്കോ അന്വേഷണത്തോട് സഹകരിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ. നിലവിൽ ഷൈൻ ടോമിനെതിരെ പരാതിയും കേസുമില്ലാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ, തമിഴ്നാട്ടിൽ പോയി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവരാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡാൻസ് ഓഫ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. അതായത് തങ്ങളവിടെ പരിശോധനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ അവിടെ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നുവെന്നും അയാൾ ഞങ്ങളെ കണ്ടപാടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, അതിൽ ചില ദുരൂഹതകളുണ്ട്, ചില സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അതിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡാൻസ് ഓഫ് സിറ്റി പോലീസ് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ സെൻട്രൽ ACPക്കും അടക്കമുള്ള ആളുകൾക്ക് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ മേലാണ് ഷൈൻ ടോം ചാക്കോയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ്റെ തൃശ്ശൂരുള്ള വീട്ടിൽ നോട്ടീസ് ഇന്ന് തന്നെ എത്തിക്കാനുള്ള തീരുമാനമുണ്ട്. നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ സാധാരണഗതിയിൽ പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് അല്ലെങ്കിൽ അത് പിന്നെ കേസിലേക്കും അടുത്ത നടപടിയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ഷൈൻ അതിനൊന്നും മുതിരില്ല. ഷൈൻ കൃത്യമായി തന്നെ പോലീസിന് മുമ്പിലേക്ക് എത്തും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഷൈൻ വളരെ സേഫ് സോണിലാണ്. ഷൈനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല, ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ചില അഭ്യൂഹങ്ങളും ചില ആശങ്കകളും അല്ലെങ്കിൽ ചില വ്യക്തത കുറവുകളൊക്കെയാണ് പോലീസിനുള്ളത്. അതൊന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി, അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണിത്. അതിൽ ചോദ്യം ചെയ്യുന്ന വഴി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ തീരുമാനം. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക നോർത്ത് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും. വിജയകുമാർ. യെസ്, ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി ഇന്ന് തന്നെ പോലീസ് നോട്ടീസ് നൽകും. നേരിട്ട് ഹാജരാകണം, അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും. അതാണ് പോലീസിന്റെ പദ്ധതി. അതുമായി ഈ നടൻ സഹകരിക്കുമോ എന്നറിയില്ല. സഹകരിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.